നമസ്കാരം. മൈലക്കാട് ഗവൺമെന്റ് LP സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. മൈലക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രീ പ്രൈമറി സ്കൂൾ ഒരുങ്ങി. SSK സ്റ്റാർസ് പദ്ധതിയുടെയും ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്ത ഫണ്ടായ 22 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുത്തൻ തലമുറയ്ക്കായി വർണ്ണക്കൂടാരം ഒരുക്കിയിരിക്കുന്നത്. മൈലക്കാട് ഗവൺമെന്റ് LP സ്കൂളിലെ HM ആയ സുലേഖ ടീച്ചറിനെയാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. വർണ്ണക്കൂടാരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് സുലേഖ ടീച്ചറിനോട് ചോദിച്ചറിയാം. ശാസ്ത്രീയവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം പ്രീ പ്രൈമറി വിഭാഗം കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും SSKയും ചേർന്ന് നടപ്പിലാക്കുന്ന സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് വർണ്ണക്കൂടാരം. മൈലക്കാടിന്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളുടെ വികസനോന്മുഖമായ പ്രവർത്തനങ്ങൾക്ക് നാഴികക്കല്ലായി നിലകൊള്ളുന്ന അക്ഷരമുത്തശ്ശിയാണ് മൈലക്കാട് ഗവൺമെന്റ് LP സ്കൂൾ. ഒരു നൂറ്റാണ്ടിൻ്റെ പ്രവർത്തന പാരമ്പര്യവും പാഠ്യേതര പ്രവർത്തനങ്ങളിലും കയ്യൊപ്പ് ചാർത്തി പുത്തൻ തലമുറയെ അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചു നടത്തുന്നതിൽ ഇപ്പോഴും ഒന്നാമതാണ് ഈ സ്കൂൾ. രാവിലെ 9 മണിക്ക് ആശ്രാമം ഉണ്ണികൃഷ്ണൻ നയിച്ച ഗാനമേളയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. സാംസ്കാരിക ഘോഷയാത്രയോടുകൂടി പൊതുസമ്മേളനം ആദിച്ചനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാബാബുവിൻ്റെ അധ്യക്ഷതയിൽ ഈശ്വര പ്രാർത്ഥനയോടെ തുടങ്ങി. PTA പ്രസിഡന്റ് സിജു മനോഹരൻ സ്വാഗതം ആശംസിച്ചു. ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ടാണ് നമ്മുടെ ഈ സ്കൂളിൽ മൈലക്കാട് ഗവൺമെൻറ് LP സ്കൂളിലെ PTA പ്രസിഡൻ്റായി ചുമതലയേറ്റത്. നമ്മുടെ സ്കൂളിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 100 വർഷത്തോളം അടുക്കുന്ന ഒരു ഞങ്ങളുടെ സാംസ്കാരിക മുത്തശ്ശിയാണ് ഈ സ്കൂള്. വർണ്ണക്കൂടാരം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൻ്റെ 2022-23 കാലഘട്ടത്തിൽ അനുവദിച്ച വർണ്ണക്കൂടാരം എന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. അത് പാതി വഴിയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് എനിക്ക് ഇവിടെ PTA പ്രസിഡൻ്റായിട്ട് സ്ഥാനം കിട്ടുന്നത്. സ്റ്റാഫുകളായാലും നിലവിലെ HM ആയാലും ഒക്കെ തന്നെ ടീച്ചേഴ്സൊക്കെ ഉള്ള വലിയൊരു ടീം വർക്ക് കൃത്യമായി ഞങ്ങൾ PTA കൂടെ വലിയൊരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഈ വർണ്ണക്കൂടാരം വളരെ മനോഹരമായിട്ട് ഉദ്ഘാടനം ചെയ്ത് കൊടുക്കുവാൻ സാധിച്ചത്. കൊല്ലം MP NK പ്രേമചന്ദ്രൻ വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. അധ്യയന നിലവാരവും അടിസ്ഥാന സൗകര്യ വികസനവും സാധ്യമാക്കി ഈ മൈലക്കാട് ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂൾ നമ്മുടെ ജില്ലയിലെ എന്നല്ല സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികവുറ്റ നിലവാരം പുലർത്തുന്ന പള്ളിക്കൂടങ്ങളിലൊന്നായി വളരുന്നതിന് ഇന്ന് വർണ്ണക്കൂടാരം എന്ന പേരിൽ ആരംഭിക്കുന്ന ഈ പുതിയ അടിസ്ഥാന സൗകര്യ വികസനം, പുതിയ ഉദ്യാനം, പ്രവേശന കവാടം, ഇതെല്ലാം അതിനായി പ്രചോദിതമായി പ്രയോജനപ്പെടട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളന വേദിയിലും ഒരിക്കൽ കൂടി ബഹുമാന്യയായ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ മുഴുവൻ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെയും ഇതിനായി ഫണ്ട് നീക്കിവെക്കുന്നതിനുള്ള ഉന്നതമായ നിലപാട് സ്വീകരിച്ച മുഴുവൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെയും ബന്ധപ്പെട്ട എല്ലാവരെയും ഹാർദമായി അഭിനന്ദിച്ചുകൊണ്ട് പ്രിയമുള്ള കൊച്ചു കൂട്ടുകാർക്കും അവരുടെ രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. നല്ലൊരു അധ്യയന വർഷമായി 2024-25 അധ്യയന വർഷം മാറട്ടെ എന്നുകൂടി പ്രത്യേകം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ 3 സംരംഭങ്ങളുടെയും ഔപചാരികമായ ഉദ്ഘാടനത്തോടനുബന്ധിച്ചു ചേരുന്ന ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിലവിളക്ക് കൊളുത്തി നിർവഹിക്കുന്നതായി പ്രഖ്യാപിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. സ്കൂളിലെ മുൻ വിദ്യാർത്ഥി ആര്യന്റെ സ്മരണയ്ക്കായി വികസനകാര്യ കമ്മിറ്റി ചെയർമാൻ നാഗേഷ് 10,000 രൂപയുടെ എൻഡോൺമെന്റ് പുരസ്കാരം ഹെഡ്മിസ്ട്രസ് J. സുലേഖ ടീച്ചർക്ക് കൈമാറി. 4ാം ക്ലാസ്സിൽ ഉന്നത മാർക്ക് വാങ്ങി പാസ്സാകുന്ന കുട്ടിക്കാണ് ഈ എൻഡോൺമെന്റ് ലഭിക്കുന്നതെന്ന് ചടങ്ങിൽ അറിയിച്ചു. സ്കൂളിൽ വർണ്ണക്കൂടാരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ സുജൂദിനെയും പ്രവേശന കവാടവും സ്കൂൾ മതിലും ചിത്രപ്പണി ചെയ്ത ജീവനെയും ആദരിച്ചു. വർണ്ണക്കൂടാരം ഉദ്ഘാടന ചടങ്ങിന് വിവിധ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചാത്തന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും ആശംസ അർപ്പിച്ചു. അധ്യാപകരോട് തോളോട് തോളി ചേർന്ന് നിന്നുകൊണ്ടുള്ള PTA SMC, അവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന രക്ഷകർത്താക്കൾ,
അതുകൂടിയാകുമ്പോൾ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടക്കും. നമ്മുടെ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളടക്കം എല്ലാം നന്നായിട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കും. ഇത് വർണ്ണക്കൂടാരം എന്ന പദ്ധതിയിലൂടെ കുഞ്ഞുങ്ങളിൽ 13 കലകൾ കുഞ്ഞുങ്ങളിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തന കൂടാരങ്ങളാണ്, അല്ലെങ്കിൽ പ്രവർത്തനശാലകളാണ്. ഈ പ്രദർശനശാലകളല്ല. ഈ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന ഗാർഡൻസോ അല്ലെങ്കിൽ സ്കൂളിൽ വച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും തന്നെ പ്രദർശിക്കാനുള്ളതല്ല, അത് കുഞ്ഞുങ്ങൾ കണ്ട് പ്രവർത്തിക്കുവാനുള്ളതാണ്. അറിവ് പബ്ലിക് സ്കൂളിൽ പഠിച്ചതിനേക്കാളും കൂടുതൽ പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിച്ചാൽ ഉണ്ടാവും എന്നൊരു മിഥ്യാധാരണ നമ്മളെ ഇടയിൽ ഒരു വളർന്നു വരുന്നു. അതിനൊരു മാറ്റം വരുന്നതിന് വേണ്ടി നമ്മളെ ഈ സ്കൂളിൻ്റെ ടീച്ചേഴ്സും ഹെഡ്മിസ്ട്രസും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് നമ്മളെ സ്കൂളിനെ വീണ്ടും ഏറ്റവും കൂടുതൽ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള എല്ലാ നടപടിയും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രൈമറി വിദ്യാഭ്യാസം തുടങ്ങിയത്, ഞാൻ ആദ്യാക്ഷരം കുറിച്ചത് ഈ വിദ്യാലയത്തിൽ നിന്നാണ്. 77-80 കാലഘട്ടങ്ങളിൽ ഇവിടെ നിന്ന് പ്രൈമറി വിദ്യാഭ്യാസം തുടങ്ങി. ഞാനിപ്പോൾ ജില്ലാ പ്രോഗ്രാം ഓഫീസർ എന്ന പദവിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അന്ന് എൻ്റെ കാലഘട്ടത്തിൽ ആ സമയത്ത് എൻ്റെ ക്ലാസ് റൂമിലുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫർണിച്ചറായിട്ടുണ്ടായിരുന്നത് ബെഞ്ചുകൾ മാത്രം. ആ ഒരു നിലയിൽ നിന്ന് എൻ്റെ ഈ വിദ്യാലയം ഇത്രയും ഒരു അന്താരാഷ്ട്ര നിലവിലേക്ക് ഉയർന്നതിൽ അങ്ങേയറ്റം അഭിമാനമുണ്ട്. ആൽച്ചലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും SSKയുടെയും 22 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് ഈ വർണ്ണക്കൂടാരം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ഒരു പദ്ധതിക്ക് എല്ലാവിധമായ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. 22 ലക്ഷം രൂപ ചെലവാക്കി നിലവിലിരിക്കുന്ന ഭരണസമിതിക്ക് ഇത്തരത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു പ്രീ പ്രൈമറി സെക്ഷൻ കെട്ടിടം സാക്ഷാത്കരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. നമ്മുടെ ആൽച്ചലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും SSK പദ്ധതിയുടെയും ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ നടപ്പാക്കിയ ഈ ബൃഹത്തായ പദ്ധതിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കുന്ന തരത്തിൽ ചുവരുകളിൽ വർണ്ണചിത്രം വരച്ചും വർണ്ണാഭമായ കളിപ്പാട്ടങ്ങൾ നിറഞ്ഞ പാർക്കും അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ വരവേൽക്കാൻ കുഞ്ഞുണ്ണി മാഷിന്റെ കവിത ആലേഖനം ചെയ്ത പുസ്തക ശില്പവും ഉയർത്തിയ പ്രവേശന കവാടവും വേറിട്ടൊരു കാഴ്ച തന്നെയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലാണ് പ്രീ പ്രൈമറി നവീകരിച്ചിരിക്കുന്നത്. കൗതുകമുണർത്തുന്ന ഒരു സ്കൂൾ അങ്കണ കാഴ്ച തന്നെയാണ്. കൊല്ലം ജില്ലയിൽ മൈലക്കാട് LP സ്കൂൾ വേറിട്ടൊരു മാതൃകയായി മാറുകയാണ്. മികച്ച ശിശുവികസന ഓഫീസർ ക്കുള്ള സംസ്ഥാന അവാർഡ് മേടിച്ച രഞ്ജിനി മാഡമാണ് നമ്മളോടൊപ്പം ഉള്ളത്. രഞ്ജിനി മാഡത്തിന് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. വളരെയധികം സന്തോഷമുണ്ട്. കാര്യം ഞാൻ പഠിച്ച സ്കൂൾ തന്നെയാണിത്. ഞാനപ്പോൾ ഇവിടെ അന്ന് പഠിച്ച സമയത്ത് ഒരു 77 കാലഘട്ടത്തിലായിരുന്നു പഠിച്ചത്. അതിനുശേഷം ഈ സ്കൂൾ ഇത്രയും നല്ല നിലവാരം പുലർത്തിയെന്നാൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിൽ പങ്കെടുക്കാൻ പറ്റിയത് നല്ലൊരു സന്തോഷ നിമിഷമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം ഇതിൽ പങ്കുവയ്ക്കുന്നു. മൈലക്കാടിൻ്റെ അക്ഷരമുത്തശ്ശിക്ക് ഇത്തരത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരാൻ പറ്റുമെങ്കിൽ മറ്റുള്ള സ്കൂളുകൾക്കും ഇത് മാതൃകയാക്കാം. നല്ല നിലവാരത്തിലേക്ക് ഇനിയും ഉയരാൻ കഴിയാനും അനേകം കുരുന്നുകളെ വിദ്യാഭ്യാസത്തിൻ്റെ നെറുകയിലെത്തിക്കാനും ഈ അക്ഷരമുത്തശ്ശിക്ക് കഴിയട്ടെ എന്ന് സമുദ്രാവിഷ്യനും ആശംസിക്കുന്നു. ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ സമുദ്രാവിഷ്യൻ.